അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് എൻ്റെ മണ്ഡലത്തിൽ മണ്ണാർക്കാട് ടൗണിലാണ് ഈ പരിപാടി നടന്നത്. ഒരു പ്രദേശത്തെ കുട്ടികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങായിരുന്നു. വാർഡുകൾ കൂടി കൗൺസിലർമാർ നടത്തുന്നൊരു പരിപാടി. അതിൽ ജലീൽ കുറേ കൂടി ഒരു ജാഗ്രത പുലർത്തണമായിരുന്നു. ഒരു സാമൂഹ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിന് നമ്മൾ കുട്ടികളെ അതിൽ ഒരു ഉപകരണമാക്കുക അല്ലെങ്കിൽ കരുവാക്കുക എന്നുള്ളത് ശരിയല്ല. ആ കുട്ടികൾ വിഷ്വലൈസ് ചെയ്യപ്പെട്ടു, ആ കുട്ടികളെ ലോകം മുഴുവനും കണ്ടു. അപ്പോൾ തീർച്ചയായും ആ പ്രവൃത്തി ആ കുട്ടികൾക്ക് വളരെ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവർ ലോകത്തിൻ്റെ മുമ്പിൽ പരിഹസിക്കപ്പെടുകയാണല്ലോ രണ്ട് കുട്ടികളും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു ശരിയായ രീതി ആയില്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. പിന്നെ അതിലെ ചോദ്യങ്ങളും ഒക്കെ ഒരു നാടകീയത നിറഞ്ഞ രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഒരു പ്രസംഗമധ്യേ ഒരു സാമൂഹ്യ പ്രശ്നം ചർച്ച ചെയ്യാം, അതിന് ഞങ്ങൾ തെറ്റാണെന്ന് പറയുന്നില്ല. പക്ഷേ അതിന് അവിടെ കുട്ടികളെ ഒരു ഉപകരണമാക്കി ആ കുട്ടികൾ പരിഹസിക്കപ്പെട്ടു എന്നത് ഏറെ വേദനാജനകമാണ്. അങ്ങനെ വല്ല പോരായ്മകളും ഉണ്ടെങ്കിൽ അത് ആ കുട്ടികളോട് സ്വകാര്യമായിട്ടാണ് സൂചിപ്പിക്കേണ്ടത്. അതിങ്ങനെ പ്രദർശനാത്മകമായിട്ട് പുറത്തേക്ക് പോകേണ്ടിയിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ആ കുട്ടികളിൽ ഉണ്ടാക്കുന്ന പ്രയാസം ഒരിക്കലും അദ്ദേഹം ചിന്തിക്കാതെ പോയി എന്നുള്ളതും ശരിയായില്ല. അതാണ് അതിലെ ഒരു പ്രശ്നം. കാരണം സാമൂഹ്യ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള വിമർശനം ഞങ്ങളുടെ മുമ്പിലും ഉയർന്നു വന്നിട്ടുണ്ട്. അതിനൊക്കെ ജലീൽ ഉൾപ്പെടെയുള്ളവർ തന്നെയാണ് മറുപടി പറയേണ്ടത്. അക്കാദമിക രംഗത്ത് വലിയ തോതിലുള്ള നിലവാര തകർച്ച, അപ്പോൾ നല്ല മാർക്ക് വാങ്ങി പാസ്സായ കുട്ടികൾക്ക് പോലും എഴുത്തിലും വായനയിലൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ചില അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്നും. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറി തന്നെയാണ് ആദ്യമായിട്ട് ഇത് പറഞ്ഞത്. എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടികളാണെന്ന് അന്ന് പറഞ്ഞത് അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറിയാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ അതിപ്പോൾ അങ്ങനെ വ്യാപകമായി ഉണ്ടെന്നുള്ള അഭിപ്രായം എനിക്കില്ല. എന്നാൽ ചില കുട്ടികളുടെ കേസിൽ ഉണ്ടാവാം. ഞങ്ങൾ ഇത്തവണ ഈ 100 ദിന കർമ്മ പരിപാടിയിൽ ആ പ്രശ്നം പ്രത്യേകമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ ആർജിച്ചിരിക്കേണ്ട വിവരം ആ കുട്ടി ആർജിച്ചിട്ടുണ്ടോ എന്ന ഒരു പരിശോധന ഈ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും പരീക്ഷകളൊക്കെ ഇല്ലെന്ന്. പക്ഷേ പരീക്ഷകളിൽ അങ്ങനെ ഒരു സ്ട്രിക്റ്റ് നിലവാരമില്ലല്ലോ ഇപ്പോൾ. അതിൻ്റെയും മറ്റു വശങ്ങളൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ക്ലാസ്സിലും ആർജിക്കേണ്ട വിവരം, അത് ഭാഷാപരം ഗണിതപരം ഒക്കെ ആവട്ടെ, അത് കുട്ടി ആർജിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ അതിൻ്റെ ഒരു തുടക്കം ഈ 100 ദിന കർമ്മ പരിപാടിയിൽ ഒരു പദ്ധതി അവതരിപ്പിക്കുകയാണ്. പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് അത് ഉണ്ടാകും. അപ്പോൾ സത്യത്തിൽ അതിന് ഇവരൊക്കെ തന്നെയാണ് ഉത്തരം പറയേണ്ടത്. കഴിഞ്ഞ 10 കൊല്ലക്കാലമായി നമ്മളെ നാട്ടിൽ നടപ്പാക്കിയ രീതികളുടെ പോരായ്മയാണ് ഈ കുട്ടികളിലൊക്കെ ഇങ്ങനെ എഴുത്തും വായനയും അക്ഷരത്തെറ്റൊക്കെ വരുന്നത്. അപ്പോൾ ഏതായിരുന്നാലും ഞാനതിനെ ആ ആംഗിളിൽ കാണുന്നില്ല. അതിന് ആരുടെ കുറ്റം, അതിൻ്റെ രാഷ്ട്രീയം, അതിൻ്റെ മുന്നണി ഭരണം എന്നൊന്നും പറയുന്നില്ല. അത് പരിഹരിക്കാനുള്ളൊരു പ്രശ്നം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ജലീലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ജാഗ്രത വേണമായിരുന്നു. ആ കുട്ടികൾ പ്രദർശിപ്പിക്കപ്പെട്ടു, അവരപമാനിക്കപ്പെട്ടു, അത് ശരിയായില്ല.